നമസ്കാരം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നായ കർണാടകയിലെ ജോഗ് ഫാൾസ് കാണാൻ ട്രെയിനിൽ ഇന്നൊരു യാത്ര പോവുകയാണ്. ഞങ്ങൾ അവസാനമായി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയത് 2 വർഷങ്ങൾക്ക് മുന്നെയാണ്. ജോഗ് ഫാൾസിന്റെ വളരെ അടുത്ത് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ തലകുപ്പ എന്ന സ്റ്റേഷനാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് മൈസൂരിലാണ്. ഇവിടുന്ന് എല്ലാ ദിവസവും രാത്രി 7:40 തലകുപ്പയിലേക്ക് പോകുന്ന എക്സ്പ്രസിലാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. മൈസൂരു റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. സ്റ്റേഷന്റെ പ്രധാന ഭാഗം ഇത് തന്നെയാണ്. ടിക്കറ്റ് കൗണ്ടറൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. പിന്നെ ഇവിടുന്ന് 6:50 വരെ പുറപ്പെടുന്ന ട്രെയിനിൻ്റെ ലിസ്റ്റാണുള്ളത്. ഒന്ന് തൂത്തുക്കുടി എക്സ്പ്രസ്സും മറ്റൊന്ന് ഹംപി എക്സ്പ്രസ്സും. മൈസൂരു ജംഗ്ഷൻ. നമുക്കിനിപ്പം ഒരുപാട് സമയമുണ്ട്. 6 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് തന്നെ ഒരു ടൂറിസ്റ്റ് മാപ്പ് ഉണ്ട്. ആ സ്റ്റേഷന്റെ ഭാഗത്ത് തന്നെ പ്രീപെയ്ഡ് ഓട്ടോ സ്റ്റാൻഡ്, സിറ്റി ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് ഇവിടുന്ന് 11 കിലോമീറ്ററാണ് ദൂരമുള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 119 കിലോമീറ്ററാണ് മടിക്കേരിയിലേക്കുള്ളത്. 85 കിലോമീറ്ററാണ് ശ്രാവണ ബലഗോളയിലേക്കുള്ളത്. പിന്നെ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലേക്ക് 75 കിലോമീറ്ററാണുള്ളത്. പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട്. നാഗർകോളെ ടൈഗർ റിസർവ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. 6:20 തൂത്തുക്കുടിയിലേക്ക് പോകാനുള്ള വണ്ടി ഇവിടെ ഓൾറെഡി ഇപ്പോൾ വന്നിട്ടുണ്ട്. ട്രെയിൻ നമ്പർ 162-27 പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് ഇതാ ഷണ്ടിങ് ചെയ്ത് വരികയാണ്. 6:20 ഇപ്പോൾ. വണ്ടി നേരത്തെ തന്നെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നുണ്ട്. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്ന കോച്ച് സ്ലീപ്പറിൽ S10 ഇതാ ഈ കോച്ചിലാണ് നമ്മളിന്ന് താൽകുപ്പ വരെ യാത്ര ചെയ്യുന്നത്. 2007 നിർമ്മിച്ച ഒരു കോച്ചാണിത്. 10 സ്ലീപ്പർ ക്ലാസ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോച്ചുകൾ തന്നെയാണ് പുറത്തുനിന്ന് കാണുമ്പോൾ. തൂത്തുക്കുടി എക്സ്പ്രസ് ഇതാ ഇവിടെ നിന്ന് എടുത്തേ. ഇപ്പം നമ്മുടെ ലോക്കോമോട്ടീവ് കൃഷ്ണരാജപുരത്തിൻ്റെ WP7 ആണ് കേട്ടോ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമൊക്കെയുള്ള ഈ ഭാഗം കണ്ട നല്ലൊരു വളവിലാണ്. ഈ മുൻഭാഗത്തെ അൺറിസർവ്ഡിലൊന്നും ആരും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ആൾക്കാരൊക്കെ വരുമ്പോൾ 7 മണി എന്തായാലും കഴിയും. ട്രെയിനിൻ്റെ ഇവിടെ തന്നെ ഒരു വലിയ ബോർഡുണ്ട്. പിന്നെ ഈ വണ്ടിക്ക് കുറച്ച് റേക്ക് ഷെയറിംഗ് ഒക്കെ ഉണ്ട്. ആദ്യം തന്നെ പറയാം, മൈസൂരു താൽകുപ്പ നമ്മളിന്ന് പോകുന്ന ട്രെയിൻ. താൽകുപ്പയിൽ നിന്ന് ശിവമൊഗ്ഗ ടൗണിലേക്കുള്ള പാസഞ്ചർ, പിന്നെ മൈസൂരിൽ നിന്ന് നഞ്ചഗുഡ് ടൗണിലേക്കുള്ള പാസഞ്ചർ. അപ്പോൾ ഇത്രയും വണ്ടികളായിട്ടാണ് ഇത് റേക്ക് ഷെയറിംഗ് ആയിട്ട് പോകുന്നത്. ഇനി നമ്മൾ നേരെ നമ്മുടെ സ്ലീപ്പർ ക്ലാസ്സിലേക്ക് നേരെ പോവുകയാണ്. Shimoga Town will leave from platform number 2 at 19:32. B2 കോച്ചാണ് ഇത്. ഇതിന്റെ താഴെ തന്നെ C1 എഴുതി കണ്ടോ. ഈ കോച്ച് മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ വരെ ചേർക്കാറായിട്ടാണ് കേട്ടോ പോവുക. അത് ഇതിലൂടെ ഓടുന്ന ഒട്ടുമിക്ക ട്രെയിനുകളും അങ്ങനെ തന്നെയാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന S10 കോച്ചിലേക്ക് ഇനി കയറാം. കയറി വരുന്ന ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ ബെർത്തുകൾ വരുന്നത്. 67 ഒരു അപ്പർ ബെർത്ത്, 70 മറ്റൊരു അപ്പർ ബെർത്ത്. ഈ ബെർത്തിൽ കിടക്കുന്ന ആളിന് ഈ ലൈറ്റ് വലിയ രീതിയിൽ തന്നെ ഒരു പ്രശ്നമാവും. ഈ ട്രെയിനിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 2 ആഴ്ച മുന്നെയാണ്. ഒരുപാട് ബെർത്തുകൾ അവൈലബിൾ ഉണ്ടായിരുന്നു. 2 അപ്പർ ബെർത്ത് പ്രിഫറൻസ് കൊടുത്ത് തന്നെ എടുത്തു. മൈസൂരിൽ നിന്ന് താൽകുപ്പ വരെ സ്ലീപ്പർ ക്ലാസ്സിൽ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 325 രൂപയാണ്. അതുപോലെ തന്നെ ഈ ട്രെയിൻ പോകുന്ന റൂട്ട് പറയുകയാണെങ്കിൽ മൈസൂരിന് ശേഷം മണ്ഡ്യ, കേസർ ബംഗളൂരു, യശ്വന്തൂർ വഴിയാണ് പോകുന്നത്. മിക്കവാറും ഈ വണ്ടി ഫുള്ളാവുന്നത് ബാംഗ്ലൂർ എത്തേണ്ടി വരും. കാരണം വെച്ചാൽ ഞങ്ങൾ ചാർട്ട് നോക്കിയ സമയത്ത് അതിന്റെ ഇടയിൽ നിന്നാണ് ആൾക്കാരൊക്കെ കയറുന്നത്. മൈസൂരിൽ നിന്ന് ഇതാ നമ്മുടെ ട്രെയിൻ എടുത്തു. 7:41 കേസർ ബംഗളൂരിൽ നിന്ന് മൈസൂരിലേക്കുള്ള പല വണ്ടികളും അശോകപുരം സ്റ്റേഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. മൈസൂരിൻ്റെ ഒരു സാറ്റലൈറ്റ് സ്റ്റേഷനാണ് അശോകപുരം. ഇന്ന് മൈസൂരു അജ്മീർ എക്സ്പ്രസ് ഒക്കെ ഉണ്ട്.
ട്രെയിൻ ഇപ്പോൾ മണ്ഡ്യ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. മൈസൂർ ബാംഗ്ലൂർ റൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണിത്. ഇവിടുന്ന് ആൾക്കാരുമുണ്ട് കയറാൻ. ഞങ്ങൾ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെ രാത്രി കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇഡലിയാണ് വാങ്ങിച്ചത്. ഈ കർണാടക ഭാഗത്തൊക്കെ ഇഡലി എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ചട്നിയും കൂടെ കാണാം കേട്ടോ. പിന്നെ ഞങ്ങൾ ഓൺലൈൻ വഴിയൊന്നും ബുക്ക് ചെയ്തില്ല. ഇവിടുത്തെ ചെറിയ രീതിയിലുള്ള ഭക്ഷണം തന്നെ ആകാമെന്ന് കരുതി. അപ്പോൾ സാമ്പാറൊന്നുമില്ല, ചട്നി മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ കോച്ചിലില്ലേ വെള്ളമില്ല. ഇനിയിപ്പോൾ ഇതിൽ വെള്ളം കിട്ടണമെങ്കിൽ ബംഗളൂരു എത്തണം. ഇതിൻ്റെ നടുക്ക് എന്തൊക്കെയോ കൊണ്ടുവച്ചിട്ടൊക്കെ ഉണ്ട്. ഈ കോച്ചിലേക്ക് വരണം. അടുത്ത കോച്ചിൽ വന്നിട്ട് വേണം കൈയൊക്കെ കഴുകാൻ. ബാംഗ്ലൂരിന് എന്തായാലും റെഡിയാവും. 9:27 ഇപ്പോൾ ചെന്നപ്പട്ടണ എന്നൊരു സ്റ്റേഷനിലെത്തി. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. ഇവിടുന്ന് ആൾക്കാരൊന്നും അധികം കയറാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ 3 പ്ലാറ്റ്ഫോമുകളുണ്ട്. ഒരു വലിയൊരു സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ ഇത്. മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഇതിന് ഒരുപാട് സ്റ്റോപ്പുകളുണ്ട്. 10:20 ട്രെയിൻ ഇപ്പോൾ കെങ്ങേരിയിലെത്തിയേ. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഈ ട്രെയിന് ചെറിയൊരു പ്രശ്നമുണ്ട്. മൈസൂരിൽ നിന്ന് ബംഗളൂരു വരെ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്ത് ആൾക്കാർ സ്ലീപ്പർ ക്ലാസ്സിലായിട്ട് കയറും. അത് ഈ ട്രെയിനിൽ മാത്രമല്ല, ഇതുവഴി പോകുന്ന ട്രെയിനിൻ്റെയൊക്കെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. TT ഒക്കെ ബംഗളൂരു എത്തിയാലേ കയറുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ ഇവിടുന്ന് ട്രെയിൻ എടുക്കുവാണ്. റോഡും റെയിൽ ട്രാക്കും മെട്രോയും ഒരേപോലെ തന്നെയാണ്. AC സ്ലീപ്പർ ബസ്സാണ്, KSRTC. ട്രെയിൻ ഇപ്പോൾ നയനതഹള്ളി എന്ന് പറഞ്ഞ സ്റ്റേഷനെത്തി. അടുത്ത സ്റ്റോപ്പ് തന്നെയാണ് KSR ബംഗളൂരു. 7 കിലോമീറ്റർ മാത്രമേ പോകാനുള്ളൂ. ഇവിടെ ട്രെയിൻ എത്തേണ്ട സമയം 9:49 ആണ്. എന്നിട്ട് 9:50 എടുക്കും. KSR ബംഗളൂരു എത്തേണ്ടത് 11:05. അതായത് 7 കിലോമീറ്റർ പോകാൻ വേണ്ടി ഇട്ടിരിക്കുന്നത് 1 മണിക്കൂർ 15 മിനിറ്റ്. ഇപ്പോൾ ട്രെയിൻ 40 മിനിറ്റോളമാണ് ഡിലേ ആയിട്ടുള്ളത്. ഇത്രയും വലിയൊരു സ്ലാക്ക് ടൈം ഇടാൻ കാരണം ഈ ഡിലേക്ക് ഒന്ന് ജസ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. 10:35. ഇത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോം ആയിരുന്നു. ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനും നല്ല വളവിലാണുള്ളത്. ഇതും ചെറിയൊരു വളവിൽ തന്നെയാണ്. 10:55 ട്രെയിൻ ഇപ്പോൾ KSR ബംഗളൂരു സിറ്റി ജംഗ്ഷനിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് 11:15 മാത്രമേ ട്രെയിൻ എടുക്കുകയുള്ളൂ. ഈ രാത്രി 11 മണി സമയത്തും ട്രെയിനിൻ്റെ അകത്തൂടെ ചപ്പാത്തി വെജ് പുലാവൊക്കെ വിൽക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. 11:16 KSR ബംഗളൂരു നില ട്രെയിൻ എടുത്തു. ക്രാന്തി വീര സംഗൊള്ളി റായണ്ണ ബംഗളൂരു സിറ്റി ജംഗ്ഷൻ. അടുത്ത സ്റ്റോപ്പ് യശ്വന്ത്പൂരല്ല, അതിന് മുന്നേ വേറൊരു സ്റ്റോപ്പുണ്ട്. ഇവിടെ ഇതാ ഒരു വീതി. അടുത്ത സ്റ്റോപ്പ് മല്ലേശ്വരം. ബംഗളൂരുവിലാകെ 10 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. അതിൽ നമ്മുടെ ട്രെയിൻ വന്നത് 9-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. ഇതാണ് ലാസ്റ്റ് പ്ലാറ്റ്ഫോം. ഇനി ഈ ട്രെയിൻ പോകുന്ന റൂട്ട് പറയുകയാണെങ്കിൽ അർസിക്കര്, ബിരൂര്, ശിവമൊഗ്ഗ വഴിയാണ്. ഇന്ന് രാത്രിക്കത്തെ കാഴ്ചകളൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് നാളെ രാവിലെ മുതൽ കാണാം. സമയം 5:05. ഷിമോഗ ടൗണിൽ നിന്നും വണ്ടി എടുത്തു. ഇവിടെ 4:55 നേരത്തെ തന്നെ വണ്ടി എത്തിയാണ്. 5 മിനിറ്റാണ് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായത്. 5 മണിക്കെത്തേണ്ട വണ്ടിയാണ്. ഈ ഷിമോഗ ടൗൺ റെയിൽവേ സ്റ്റേഷനാണ് പ്രധാനപ്പെട്ട സ്റ്റേഷൻ. ഷിമോഗയിലെ ഇതിനു മുന്നേ ശിവമൊഗ്ഗ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് ഷിമോഗ എന്നാണ് നേരത്തെ ഉണ്ടായത്. പിന്നീടാണ് ശിവമൊഗ്ഗ എന്ന് പറഞ്ഞിട്ട് റീനെയിം ചെയ്തത്. ഇവിടെ 4 ഭാഷകൾ കാണാം. എക്സ്ട്രാ വരുന്ന ഒരു ഭാഷയില്ലേ, അത് സംസ്കൃതമാണ്. 5:32 ട്രെയിൻ ഇപ്പോൾ കുംസി എന്നൊരു സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ ഇറങ്ങാൻ ആൾക്കാരൊക്കെ ഉണ്ട്. ചെറിയൊരു സ്റ്റേഷനാണ് ഇത്.
മഴ പെയ്ത് പോയതിൻ്റെ ഒരു കാഴ്ചകളൊക്കെ കാണാം. 1 മിനിറ്റാണ് ഇവിടെ ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത്. പിന്നെ ഈ സ്റ്റേഷന്ന് ഈ ഭാഗത്തേക്ക് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. ഇരുട്ടായതുകൊണ്ട് ഒന്നും വ്യക്തമാകുന്നില്ല. നല്ല കൃഷിപ്പാടങ്ങളൊക്കെയാണ്. അൺറിസേർവ്ഡ് ഭാഗത്തൊക്കെ ആൾക്കാർ പോകുന്നത് കാണാം. കുംസിൽ നിന്ന് അങ്ങനെ ട്രെയിൻ എടുത്തു. ഇങ്ങോട്ടൊക്കെ നല്ല കാഴ്ചകളാണ്. എന്തായാലും നമുക്കിതിൻ്റെ പകൽക്കാഴ്ചയും മാക്സിമം കാണാൻ ശ്രമിക്കാം. താൽഗുപ്പേന്ന് ശിവമൊഗ്ഗയിലേക്ക് നമ്മൾ എന്തായാലും വരുന്നുണ്ടല്ലോ. ശിവമൊഗ്ഗ താൽഗുപ്പ റൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനായ അരസലു ഞാനിതാ ഇവിടെ ട്രെയിൻ എത്തി. പണ്ട് ദൂരദർശനിൽ മാൽഗുഡി ഡേയ്സ് എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഭാഗത്തു നിന്നായിരുന്നു. ഈ ഭാഗത്തേക്ക് കാടാണ്. ആൾക്കാരൊക്കെ ഇറങ്ങി പോകുന്നത് കാണാം. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. ഇങ്ങനെ വണ്ടി എടുത്തു. ആകെ ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ ഇവിടെ. നമ്മളൊരു ഫോറസ്റ്റിലേക്ക് പോയാൽ കേൾക്കുന്ന കുറച്ച് ഒച്ചകളില്ലേ, ആ ശബ്ദങ്ങൾ തന്നെയാണ് ഈ സ്റ്റേഷൻ വഴി പോകുമ്പോഴും കേൾക്കുന്നത്. കാരണം ഇവിടെ വലിയ മരങ്ങളൊക്കെയാണ്. ശരിക്കും ഈ റൂട്ട് അടിപൊളിയാണ്. മഴക്കാലം തന്നെയാണ് ഇതിലൂടെ വരേണ്ടതും. പകൽ സമയത്ത് വരിക, അതായത് ഈ ഒരു വണ്ടി തന്നെ താൽഗുപ്പേന്ന് ശിവമൊഗ്ഗയിലേക്ക് വരുന്നുണ്ട്. അപ്പം അതിൽ വന്നാൽ മതിയോ. വലിയൊരു വളവാണ്. നോക്കുമ്പോഴാ ലോക്ക പോകുന്നത് നമുക്ക് കാണാം. ഈ ഭാഗത്ത് കൃഷിയാണ്. നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. ഇവിടുന്ന് ഒരു ക്രോസിംഗ് ഉണ്ട്. ട്രെയിൻ ഇപ്പോൾ അനന്തപുരം സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. തലകുപ്പേന്ന് KSR ബംഗളൂരുവിലേക്ക് പോകുന്ന ഇന്റർസിറ്റി എക്സ്പ്രസ്. സിംഗിൾ ട്രാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി വരാൻ വേണ്ടിയിട്ട് ഇതവിടെ വെയിറ്റിംഗ് ആയിരുന്നു. ഇവിടെ 2 പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇപ്പോൾ ട്രെയിൻ ഇവിടെ 2 മിനിറ്റ് ഉണ്ട് സ്റ്റോപ്പ്. കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ഇറങ്ങാൻ. സിദ്ധഗംഗ എക്സ്പ്രസ്, വടയാർ എക്സ്പ്രസ്, ചാമുണ്ഡി എക്സ്പ്രസ്, ഇതൊക്കെ ആയിട്ട് റൈഡ് ഷെയറിംഗ് ഉള്ളൊരു വണ്ടി കൂടിയാണിത്. അതങ്ങനെ എടുത്തു പോയി. 10 മിനിറ്റ് ആയിട്ടും ഇവിടുന്ന് ഇതുവരെയായിട്ടും ട്രെയിൻ എടുത്തിട്ടില്ല. തലകുപ്പ മൈസൂര് കുവേമ്പു എക്സ്പ്രസ് വരാനുണ്ട്. പക്ഷേ അത് ഇവിടെ വരേണ്ട സമയമായിട്ടില്ല. മിക്കവാറും അതിന് മുന്നേ തന്നെ നമ്മുടെ ട്രെയിൻ എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ രാത്രി ഉറങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ബംഗളൂരു കഴിഞ്ഞിട്ടാണ് ശരിക്കും ഈ ട്രെയിനിൽ TT വന്നത്. അതായത് സമയം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, 12:20 12:20 വന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും KSR ബംഗളൂരു കഴിഞ്ഞ ഉടനെ തന്നെ കിടന്നതിനാണ്. ജസ്റ്റ് ഉറങ്ങി തന്നെ പറയാം. തട്ടി വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എണീറ്റ് നമ്പറും പേരൊക്കെ പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ മനു പറയണ്ടായി KSR ബംഗളൂരിന്ന് ഒരുപാട് ഫുഡൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകുന്നുണ്ടെന്ന്. ഒച്ചപ്പാടും ബഹളാണുണ്ടായത്. അതും 10 മണിക്ക് ശേഷം വിൽക്കാൻ പാടില്ലാണ് റെയിൽവേയിലെ നിയമം. പിന്നെന്ന് പറഞ്ഞാല് ലേറ്റ് എല്ലാം 10 മണി കഴിഞ്ഞാൽ അണക്കണമെന്നാ പറയുന്നത്. അതും നടക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ നിയമങ്ങളൊന്നും നടപ്പിലാക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം വരുന്നത്. അതായത് നമ്മൾ ഹംപി എക്സ്പ്രസിൽ പോയ സമയത്തും TT ഏകദേശം ബംഗളൂരു കഴിഞ്ഞിട്ടല്ലേ ചെക്ക് ചെയ്യാൻ വന്നത്. അത് SWR യാത്ര ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ്. അതായത് SWR എല്ലാ ഭാഗത്തേക്കല്ല, ഈ മൈസൂർ ടു ബംഗളൂരു വഴി പോകുന്ന കുറച്ച് വണ്ടികളില്ലേ, അപ്പോൾ ഈ മൈസൂരിൽ നിന്ന് TT അധികം കയറൂല. ഇവര് ബംഗളൂരിൽ നിന്നാണ് കയറുന്നത്. അതുപോലെ തന്നെ പിന്നെ അറ്റത്തായത് കൊണ്ട് ആ ലൈറ്റിന്റെ ഇതുണ്ട്. പിന്നെ ഒച്ചപ്പാടും ബഹളം കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, ഉറക്കൊക്കെ കണക്കായിരുന്നു.
പിന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു വഴി യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല തണുപ്പാണ്, കുളിര് കയറുന്ന തണുപ്പാണ്. ഇപ്പൊ നല്ല കാറ്റും കൂടി ഉണ്ട് കേട്ടോ. തലകുപ്പ മൈസൂരു കുവേമ്പു എക്സ്പ്രസ് ഇതാ കടന്നു വരികയാണ്. ഈ ട്രെയിനിൻ്റെ പേര് കുവേമ്പു എന്നാണല്ലോ. പ്രശസ്തനായ കന്നഡ കവിയുടെ പേരാണ് ഈ ട്രെയിന് നൽകിയിട്ടുള്ളത്. ഞങ്ങൾ 2 വർഷം മുന്നേ വന്ന സമയത്തൊക്കെ ഈ റൂട്ടിലൂടെ ഓടുന്ന എല്ലാ ട്രെയിനുകൾക്കും ഡീസൽ ലോക്കോമോട്ടീവ് ആയിരുന്നു. ഇപ്പം എല്ലാം ഇലക്ട്രിഫിക്കേഷൻ വന്നതോടുകൂടി എല്ലാം WP7 തന്നെ ആയല്ലോ. കവച് ഫിറ്റഡ്, അത് ഇവിടെ വരെ ഉള്ളൂ. കറക്റ്റ് ഫ്രെയിം കേട്ടോ. കവച് ഫിറ്റ്. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ ഇവിടെ നിന്ന് എടുക്കും. ട്രെയിനിപ്പോൾ സാഗര എന്നൊരു സ്ഥലത്തേക്കാണ് എത്തുന്നത്. 7:10 സാഗര ജംബാഗരു സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇതുവഴിയാണ്. ഇതാണ് ആ ഒരു സ്റ്റേഷൻ്റെ പേര്. ഇനിയിപ്പോൾ അടുത്തത് തന്നെയാണ് നമുക്ക് ഇറങ്ങാനുള്ള തലകുപ്പ. അപ്പോൾ ഈ റൂട്ടിലെ പ്രധാനപ്പെട്ടൊരു സ്റ്റേഷൻ കൂടിയാണ് കേട്ടോ ഇത്. അപ്പം നല്ല വെയിലും വന്നു തുടങ്ങി. ട്രെയിനിലത്തെ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ ഇറങ്ങുന്നത് ഈ ഒരു സ്റ്റേഷൻ തന്നെയാണ്. സ്റ്റേഷൻ്റെ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം കൂടി ഉണ്ട്. പിന്നെ ആ ഭാഗത്തേക്ക് മുഴുവനും കാട് തന്നെയാണ്. ഇവിടെ നിന്ന് കൊല്ലൂർ മൂകാംബികയിലേക്ക് 85 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. അതായത് ഒരു 2.5 മണിക്കൂർ യാത്ര. ഇവിടുന്ന് തന്നെ നേരിട്ട് ബസ് സർവീസ് ഒക്കെ ഉണ്ട്. അതായത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത്. നെൽകൃഷിയാണ് ഇവിടെ മുഴുവനും. നല്ല മഴക്കാറുണ്ട്. മിക്കവാറും നമ്മൾ ജോഗ് ഫാൾസിന്റെ അവിടെ എത്തുമ്പോൾ നല്ലൊരു മഴ പ്രതീക്ഷിക്കാം. തലകുപ്പയിലേക്ക് ഇനിയിപ്പോൾ കുറച്ച് കിലോമീറ്ററും കൂടെ ഉള്ളൂ. അതിന് മുന്നേ തന്നെ ഇതാ ശക്തമായ മഴ. രാവിലെ തന്നെയുള്ള മഴ. ഇവിടെ കൂടുതലും കവുങ്ങുകളാണ്. ട്രെയിൻ പോകുന്നതിൻ്റെ ഇരുഭാഗത്തായിട്ടും നെൽപ്പാടം തന്നെയാണ്. ഇത് കുറെ അങ്ങ് ദൂരം ഇങ്ങനെ തന്നെയാണ്. ഈ നെൽപ്പാടവും പുറകിലായി കാണുന്ന മലനിരകളും. അതിൻ്റെ കൂടെ തന്നെ രാവിലെ തന്നെ പെയ്യുന്ന മഴയും. ഞങ്ങൾക്കറിയാമായിരുന്നു ഈ ജോഗ് ഫാൾസിന്റെ ഭാഗത്തെത്തുമ്പോഴെന്തായാലും മഴ ഉണ്ടാവുന്നത്. അത് ഞങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഞങ്ങൾ കഴിഞ്ഞ തവണ വന്ന സമയത്തും മഴയൊക്കെ നനഞ്ഞുകൊണ്ട് തന്നെയാണ് ജോഗ് ഫാൾസ് ഒക്കെ കാണാനായി ബസ് കയറി പോയത്. ആ മുൻഭാഗത്തേക്ക് കുറച്ച് വീടുകളൊക്കെ കാണാം. നമ്മുടെ ഏകദേശം തലകുപ്പ സ്റ്റേഷന്റെ ഭാഗത്ത് എത്താനായി. തലകുപ്പ സ്റ്റേഷന്ന് കാണുന്നൊരു കാഴ്ചയും ഇതൊക്കെ പോലെ തന്നെയാണ്. ഒരു കിട്ടലൻ സ്ഥലത്താണ് സ്റ്റേഷൻ. സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ തന്നെയുള്ള ഒരു ലെവൽ ക്രോസിംഗ് ആണ്. ഇതൊരു KSRTC. സ്റ്റേഷനിലെത്തി. മൈസൂരുവിൽ നിന്നും 508 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ കർണാടകയിലെ താലകുപ്പ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 7:30 ഇപ്പോൾ. ഇത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഈ പ്ലാറ്റ്ഫോം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇപ്പോൾ പുതുതായി പണിതതാണ്. ഇതിപ്പോൾ വലിയൊരു സ്റ്റേഷൻ തന്നെയായി. താലകുപ്പ. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം അതാണ്. കന്നഡയിൽ താളകുപ്പ എന്നാണ്. ഇവിടെ ഇലക്ട്രിഫിക്കേഷൻ്റെ പണികളൊക്കെ പൂർത്തിയായത് 2025 മാർച്ച് മാസത്തിലാണ്. ഇവിടെ
കാറ്റാണല്ലോ ഇന്ന്. ഇത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. എന്തായാലും റൂഫുള്ളത് നല്ല ഉപകാരമായി. മഴയൊന്നും കൊള്ളില്ലല്ലോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോം വഴി പുറത്തേക്ക് ഇറങ്ങാം. പിന്നെ താലകുപ്പയൊക്കെ മൈസൂർ ഡിവിഷന് കീഴിലുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെയാണ് മൈസൂരിന് നേരിട്ട് ഇങ്ങോട്ട് ട്രെയിൻ സർവീസുകളൊക്കെ. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ആണ്. താലകുപ്പ ഒരു എൻഡ് സ്റ്റേഷനാണ്. അങ്ങ് അവിടെയാണ് സ്റ്റേഷൻ അവസാനിക്കുന്നത്. നമ്മളുടെ ട്രെയിൻ ഉണ്ടായ ആ ഒരു ലോക്കോത അങ്ങ് അവിടെ പോയിട്ട് തിരിഞ്ഞ് വരികയാണ്. അതാണ് ആ ഒരു എൻഡ് പോയിന്റ്. പിന്നെ ഇവിടുന്ന് ഹൊന്നാവാറിലേക്ക് റെയിൽ റൂട്ട് വരുന്നൊക്കെ പറയുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ വളരെയധികം ഉപകാരമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഹൊന്നാവാർ സൈഡിലേക്ക് എത്താമല്ലോ. ഇലക്ട്രിഫിക്കേഷൻ വന്നതോടുകൂടി സ്റ്റേഷൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആകെപ്പാടെ മാറി തന്നെ പറയാം. വലിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഇത് കോമൺ, അതായത് ഒരു നോർമൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ആ ഒരു ലുക്ക് മാത്രമേ ഉള്ളൂ അല്ലേ? അതെ അതെ. നമ്മുടെ നിലമ്പൂർ ഷൊർണൂർ റൂട്ടില് ഒരുപാട് നല്ല മരങ്ങളൊക്കെ ഉള്ള റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായല്ലോ. ഇതിന്റെ ഭാഗമായിട്ട് മരങ്ങൾ മുറിക്കുന്ന സമയത്ത് സാധാരണ ആയല്ലോ. അതേപോലെ അതായത് ഇവിടെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ? നമ്മൾ ഒരുപാട് നെൽപ്പാടങ്ങൾ കണ്ടില്ലേ? നമ്മുടെ കേരളത്തില് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്യുന്നത് പാലക്കാട്, ഒറ്റപ്പാലം, കൊല്ലംകോടൊക്കെ ഭാഗത്താണല്ലോ. ഇവിടെ കന്നഡ സിനിമയായാലും അതിന്റെ ഒരുപാട് പാട്ടുകളൊക്കെ ചിത്രീകരിക്കുന്നത് ഈ തലകുപ്പ ഭാഗത്താണ്. അതായത് റെയിൽവേ സ്റ്റേഷൻ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു പണ്ട് കാലത്ത് തന്നെയാണ്. ഇനിയിപ്പോൾ ഇതൊരു പറഞ്ഞതുപോലെ തന്നെ ഒരു നോർമൽ സ്റ്റേഷൻ ആയല്ലോ. സ്റ്റേഷന്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നൊരു ഭാഗം ഇതാണ്. നേരെ ഇനി പുറത്തേക്ക് ഇറങ്ങിയാൽ ഇങ്ങനെയാണ്. എന്തായാലും ജോഗ് ഫാൾസ് ഭാഗത്തേക്ക് ടാക്സിയൊക്കെ കിട്ടും. ട്രാവലറൊക്കെ ഉണ്ട് ഇവിടെ. സ്റ്റേഷൻ്റെ പുറത്തെ ഒരു കാഴ്ച ഇതാണ്. ഇവിടെ വലിയൊരു മരമുണ്ട്, അതൊന്നും പിന്നെ മുറിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇനി ഞങ്ങൾ ഇവിടുന്ന് ബസ് കയറി നേരെ ജോഗ് ഫാൾസിലേക്ക് പോവാണ്. ടാക്സി എന്നൊക്കെ വിളിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടല്ലോ, ഓട്ടോയും ഉണ്ട് ഇവിടെ. സ്റ്റേഷൻ്റെ ഒരു മെയിൻ ഭാഗം ഇത് തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇതാ ഈ ഭാഗത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ്. ഇവിടെ നിന്ന് 15 കിലോമീറ്ററാണ് ജോഗ് ഫാൾസിന്റെ ഭാഗത്തേക്കുള്ള ദൂരം. ഹൊന്നാവാറ്, കുംത, മംഗളൂരു ഭാഗത്തേക്കുള്ള ബസ്സിലാണ് നമുക്ക് കയറാനായിട്ടുള്ളത്. സ്റ്റേഷന്റെ മുൻഭാഗം വഴിയുള്ള പ്രധാനപ്പെട്ട വഴി ഇതാണ്. ഇനി ഇതിലൂടെ തന്നെയാണ് ജോഗ് ഫാൾസിലേക്ക് പോകാനുള്ളത്. പിന്നെ ഇവിടെയൊക്കെ ചെറിയ കടകളൊക്കെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ തന്നെ കഴിക്കാം. ഇഡ്ഡലിയൊക്കെ കിട്ടും. ഞങ്ങൾ അന്ന് വന്ന് ഇവിടെ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ ബസ് വരുന്നതും കാത്ത് ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇവിടെയാണ് ബസ് വന്ന് നിർത്തുക. നവീൻ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. 7:55 ജോഗ് ഫാൾസിലേക്ക് പോകാനുള്ള ബസ് ഇതാ വരികയാണ്. ബസ്സിൽ വലിയ തിരക്കില്ല എന്നാ തോന്നുന്നത്. ഇത് ബത്കൽ മുരുടേശ്വരം വണ്ടിയാണ് കേട്ടോ. നേരിട്ട് തന്നെ ജോഗ് ഫാൾസിൽ കൊണ്ടുപോയി ഇറക്കും. നല്ല കാഴ്ചയാണ് കേട്ടോ. മുൻ സീറ്റ് കിട്ടിയ തന്നെ ഉപകാരപ്പെട്ടു. ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി കുറച്ച് വൈകിട്ടാണ് ബസ് കയറിയത്. കാരണം അവർ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നല്ലോ. ഞങ്ങൾ 2 വർഷം മുന്നേ വന്ന സമയത്ത് KSRTCയിലായിരുന്നു പോയത്. സീറ്റൊന്നും കിട്ടിയില്ല, നിന്നാണ് പോയത്. ഇത് സുഖമായിട്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അങ്ങ് പോവുകയാണ്. തലകുപ്പയിൽ നിന്നും ജോഗ് ഫാൾസിലേക്ക് ഒരാൾക്ക് 35 രൂപയാണ് ബസ് ടിക്കറ്റായിട്ട് വന്നത്. 15 കിലോമീറ്ററിന് 35 രൂപ കുറച്ച് കൂടുതലാണ്. പിന്നെ പോകുന്ന വഴിയാണ് അടിപൊളി. ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെയുള്ള ബസ്സുകളിൽ ഇംഗ്ലീഷൊന്നും ഉണ്ടാവില്ല, മുഴുവനും കന്നഡ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ബസ്സിൻ്റെ പേരും അതൊക്കെ മാത്രമേ ഇംഗ്ലീഷായിട്ട് ഉണ്ടാവുള്ളൂ. നിങ്ങൾ കന്നഡ അറിയില്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് ബസ്സിൽ കയറുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നവീന് കന്നഡ അറിയുന്നതുകൊണ്ട് പിന്നെ എനിക്ക് ആ പ്രശ്നമില്ല. ചെറിയ റോഡാണ്, വലിയ വീതിയൊന്നുമില്ല. വണ്ടികൾ തീരെ കുറവാണല്ലോ.
ഇതാ റോട്ടിന്റെ നടുക്ക് കൂടെയാണ് കൊണ്ടുപോകുന്നത്. പുറത്തിപ്പോൾ നല്ല മഴയും ഉണ്ട്. ഒരു പട്ടണത്തേക്ക് ഇതാ പ്രസിദ്ധീയാണ്. കുറച്ച് ഹോട്ടലുകളും പിന്നെ ഇവിടെയൊക്കെ ലോഡ്ജ് സംവിധാനമൊക്കെ കിട്ടും കേട്ടോ. റൂംസൊക്കെ കിട്ടും. ഭാഗ്യം രക്ഷപ്പെട്ട്. എൻ്റെ മോനെ, നമ്മളന്ന് ബസ് വന്ന് ഇറങ്ങിയത് ഇവിടെയായിരുന്നു. എന്നിട്ട് ഇവിടുന്ന് നടന്നിട്ടാണെന്ന് പോയത്. ഇത് നേരെ ജോഗ് ഫാൾസിലേക്കുള്ള വഴിയാണ്. പക്ഷെ എൻ്റെ മോന് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാ തീർന്നു. ഞാൻ പിന്നെ മുന്നിൽ തന്നെ ആണല്ലോ. എട്ട് 25 ജോഗ് ഫാൾസിന്റെ ഭാഗത്ത് ഇതാ ബസ് എത്തി. അപ്പോൾ അരമണിക്കൂർ യാത്ര പോലും ഇല്ല ബസ്സിൽ കേട്ടോ. ആ ഗേറ്റിൻ്റെ ഇവിടെ തന്നെ ബസ് കൊണ്ടുവന്ന് നിർത്തും. ഇങ്ങോട്ട് ആയിട്ട് വരുന്ന വണ്ടിയാണ് കേട്ടോ. അത് പോയി. ഇനിയിപ്പോൾ ഇതാണ് നേരെ അകത്തേക്ക് കയറാനുള്ള ഒരു വഴി. നമ്മളിവിടെ എത്തിയ സമയത്ത് തന്നെ ആൾക്കാരൊക്കെ നമ്മുടെ അടുത്തേക്ക് വരും. നമുക്ക് നേരെ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറാം. നമ്മൾ വന്ന ബസ്സില്ലേ 1.5 പോക്കാണ് പോയത്. ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ വീഡിയോ ഓൺ ആക്കിയത് കൊണ്ട് ആ ഒരു ക്യാപ്ചർ കിട്ടി. അത് ആ ബസ്സും ബ്രേക്ക് ചെയ്തില്ല, ഈ ബസ്സും ബ്രേക്ക് ചെയ്തില്ല. അതാണ് പ്രശ്നം വന്നത്. പിന്നെ തട്ടാനാവുന്ന സമയത്ത് 2 ചവിട്ടി കൊണ്ട് കിട്ടി. ഭാഗ്യം. പിന്നെ മഴയും കൂടിയല്ലേ, പിടിച്ചെടുത്ത് കിട്ടണമെന്നൊന്നുമില്ല. ഇവിടെ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ജോഗ് ഫാൾസിന്റെ കാഴ്ചകൾ കാണണമെങ്കിൽ, അതായത് കുറച്ചും കൂടെ കാണണമെങ്കിൽ അതുവഴിയൊക്കെ പോകാം. പക്ഷെ നല്ലൊരു വ്യൂ കിട്ടണമെങ്കിൽ ഇതിലൂടെ തന്നെ ടിക്കറ്റ് തന്നെ എടുത്തിട്ട് കയറണം. വെൽക്കം ടു ജോഗ് ഫാൾസ്. എൻട്രി ടിക്കറ്റ് ഉണ്ട്. ഒരാൾക്ക് 20 രൂപ മാത്രമേ ആയുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ഇവർ നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ല വികസനങ്ങളൊക്കെ വരട്ടെ. ഇനി ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. ഇതന്നെയാണ് അതിൻ്റെ ഒരു പോയിന്റ് വരുന്നത്. നമുക്കിതിലൂടെ നടന്നു കയറാം. ഇതവിടെ ആ ഒരു എൻട്രി എന്നൊക്കെ എഴുതിയത് കാണാം. ശരിക്കും റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തുനിന്ന് എന്ത് എളുപ്പത്തിൽ നമുക്ക് ഇവിടെ എത്താല്ലേ. പിന്നെ ആ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഓട്ടോക്കാരൊക്കെ പറയും ഓട്ടോ നോക്കേണ്ട കാര്യം വരുന്നില്ല, ബസ് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ പ്രൈവറ്റ് ബസ്സിനാണല്ലോ വന്നത്. അപ്പം ഈ ഗൂഗിൾ മാപ്പ് ഇവിടെ ഉണ്ട്, നെറ്റ്വർക്ക് കിട്ടൂല കേട്ടാ. ഈ ക്യാഷിന്റെ കാര്യം പറഞ്ഞ സമയത്ത്, ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് പൈസ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഒന്നും ഓൺലൈൻ വഴി ഒന്നുമില്ല. നെറ്റ് വർക്കേ ഇല്ല ഇവിടെ. നെറ്റ്വർക്ക് ഇല്ല. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച കാണും. മൊത്തത്തില് കോട കയറി നിൽക്കുകയാണ്. എന്തായാലും കയറി നോക്കട്ടെ. ഒരു മഴ പെയ്ത് പോകണം. കുറച്ച് കാണാം, വളരെ ചെറിയ തോതിൽ. അതാണ് വെള്ളച്ചാട്ടം. ഞങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട് കേട്ടോ. ഇത്രയും ക്ലിയർ ആയിട്ട് തന്നെ വെള്ളച്ചാട്ടം പതിക്കുന്നത് കാണാം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? കുത്തനെ നിന്ന് നേരെയാണ് ഈ വെള്ളച്ചാട്ടം പതിക്കുന്നത്. 1, 2, 3 ഇതൊന്ന് 4ആയിട്ട് കൂട്ടാം നമുക്ക്. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇവരുടെ ഓരോ കാര്യങ്ങളൊക്കെ കാണാം.
പിന്നെ ഇവിടെ ഇതാണ് മെയിൻ ജോഗ് ഫാൾസ്. പിന്നെ അങ്ങ് ദൂരെ കണ്ടോ, അവിടെയും വെള്ളച്ചാട്ടമുണ്ട്. അതും ഒരു വലിയ ഭാഗത്ത് തന്നെയാണ് താഴേക്ക് പതിക്കുന്നത്. ഈ ഒരു മലയുടെ ഭാഗം ഇതാണ്. ജോഗ് ഫാൾസിലേക്ക് നിങ്ങൾ ഈ സമയത്ത് തന്നെയാണ് വരേണ്ടത്. ഈ സമയത്ത് വന്നാലാണ് നല്ല രീതിയിലുള്ള ഈ വെള്ളവും കാഴ്ചയൊക്കെ കാണാനായി സാധിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മഴയും വന്നു. താഴേക്ക് ഇറങ്ങിപ്പോകാനുള്ള സ്റ്റെപ്പുകളൊക്കെ ഇവിടെ കാണാം, പക്ഷെ അത് ക്ലോസ് ആണ് കേട്ടോ, പോകാനായിട്ട് സാധിക്കില്ല. പിന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാര്യം പറയുമ്പോൾ 4 എണ്ണമാണ് അവിടെ ആകെ ഉള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അതിൻ്റെ പേര് പറയുകയാണെങ്കിൽ രാജ, റാണി, റോറർ, റോക്കറ്റ്, അങ്ങനെ 4 എണ്ണം. ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല, കാരണം ഇത്രയും നല്ല കാഴ്ചയാണല്ലോ. പിന്നെ ഇതാ ഒഴുകി പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാം. പിന്നെ ഈ ഒരു വെള്ളച്ചാട്ടം ശരാവതി നദിയിലാണ് കേട്ടോ. നമ്മൾ കൊങ്കൺ റെയിൽവേയിലൂടെ ട്രെയിനിൽ പോകുമ്പം ശരാവതി നദിയൊക്കെ മുറിച്ച് കിടന്ന് പോകാറുണ്ടല്ലോ. അപ്പൊ അത് തന്നെയാണ്. എന്തായാലും നമ്മൾ ഇവിടെ വന്നത് വെറുത്തായി അല്ലേ നവി? വെറുത്തായി. ഈ മൂടൽ മഞ്ഞ് വന്നിട്ട് മൊത്തം കോടയായിട്ടുണ്ടെങ്കിലല്ല ആ ഒരു വ്യൂ കിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം വരും. അതുപോലെ തന്നെ ഈ ഒരു ഇതിന്റെ അപ്പുറത്ത് ഒരു ഡാം ഉണ്ട്. ആ ഡാമിന്റെ സമയത്ത് ഈ മഴക്കാലം അല്ലാത്ത സമയങ്ങൾ നമ്മൾ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അറിയാലോ, ഡാം തുറക്കാതെ രീതിയിൽ വെള്ളം കിട്ടണമെന്നില്ല. അതുപോലെ ഏറ്റവും പെർഫെക്റ്റ് സമയം മൺസൂൺ സമയം തന്നെയാണ്. വെള്ളച്ചാട്ടത്തിന്റെ നേരെയുള്ള ഒരു ഭാഗത്ത് ഞങ്ങളിപ്പോൾ എത്തിയ വെള്ളം താഴെ പതിക്കുന്ന ഒരു കാഴ്ചയാണിത്. എന്ത് ശക്തിയായിരിക്കും അല്ലേ? ഞങ്ങളിവിടെ ഒരുപാട് സമയമായിട്ടാ. ഏറ്റവും മുകൾ ഭാഗത്തെ ഒരു കാഴ്ച കണ്ട. ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ വെള്ളച്ചാട്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ല കേട്ടോ. അതായത് അത് ഷിമോഗ ജില്ലയിൽ തന്നെ കുഞ്ചിക്കൽ എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടമാണ്. അങ്ങോട്ടേക്ക് എന്താ പറയുക, പ്രവേശനം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, കാരണം ഞങ്ങൾ ഇതുവരെ അവിടെ പോയിട്ടില്ല. പിന്നെ കൂടാതെ തന്നെ ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഇതൊരു പ്ലഞ്ച് വെള്ളച്ചാട്ടമാണ്. അതായത് മേലേന്ന് താഴോട്ട് പതിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളിൽ അതിനിടയിൽ പാറകളൊക്കെ തട്ടിയിട്ടാണല്ലോ താഴേക്ക് പതിക്കുന്നത്. ഇത് അങ്ങനെയല്ല, ഇത് നേരെ താഴേക്ക് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മേഘാലയ പോയിട്ടില്ലേ, നൊഹാലിക എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടം, അതുപോലെ തന്നെയാണ് അതൊരു പ്ലഞ്ച് വെള്ളച്ചാട്ടം തന്നെയാണ്. ഈ ഒരു ജോഗ് ഫാൾസിന് 2 വ്യൂ പോയിന്റുകളാണ് ഉള്ളത്. ഒന്ന് ഷിമോഗ ജില്ലയിലും ഒന്ന് ഉത്തര കന്നഡ ജില്ലയിലും. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ജൂലൈ മാസത്തിലാണേ. ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ ഇതിനേക്കാളും വെള്ളം എന്തായാലും ഉണ്ടാവും. ഞങ്ങൾ കുറേ സമയമായി ഇവിടെ തന്നെ. ഇപ്പോൾ ജോഗ് ഫാൾസിൻ്റെ ഈ മനോഹരമായ കാഴ്ചകളിൽ നിന്നും ഞങ്ങളിതാ മടങ്ങിയാണ്. കുടയൊക്കെ പാറി പോവുകയാണ്, കാരണം കാറ്റും വന്നു. അതിന് നേരെ നമ്മൾ ബസ് ഇറങ്ങിയ ഭാഗമില്ലേ, അവിടെ പോയിട്ട് തിരിച്ച് ഇനിയിപ്പോൾ നേരെ തലകുപ്പിയിലേക്ക് പോകണ്ടേ. അങ്ങനെ പോവാം. എന്തായാലും നിങ്ങളൊക്കെ തലകുപ്പ ഭാഗത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഒരു തവണയെങ്കിലും മഴക്കാലത്ത് ജോഗ് ഫാൾസ് സന്ദർശിക്കുക. ഞങ്ങൾ വന്ന അതുപോലെ തന്നെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ വരാം. കേരളത്തിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ വന്ന പോലെ ബാംഗ്ലൂരിൽ നിന്ന് ഈ ട്രെയിനിൽ കയറി വരാം, അല്ലെങ്കിൽ മംഗളൂരു ഹൊന്നാവാറ വഴി വരുന്നതായിരിക്കും കുറച്ച് നല്ലതല്ലേ. അതായത് കൊങ്കൺ റെയിൽവേ നേരെ മഡ്ഗാവിലേക്ക് പോകുന്ന ഒരുപാട് ട്രെയിനുകൾ ഉണ്ടല്ലോ മുംബൈയിലേക്കൊക്കെ. അപ്പൊ അതിനൊക്കെ കയറി വന്നിട്ട് നേരെ ഹൊന്നാവാറ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ വന്ന വണ്ടിയിലെ ഇതൊക്കെ ആ റൂട്ട് വഴി പോകുന്ന തന്നെയാണ്. ആ കുംട്ട ഭാഗത്ത് നിന്നൊക്കെ ഈ സാഗര, തലകുപ്പ, ബാംഗ്ലൂരൊക്കെ പോകുന്ന ഒരുപാട് KSRTC പ്രൈവറ്റ് വണ്ടികളൊക്കെ ഉണ്ട്. ഹൊന്നാവാറിന് 62 കിലോമീറ്റർ മാത്രമേ ജോഗ് ഫാൾസിലേക്കുള്ളൂ. ഇവിടുന്ന് ഇനി 10 മണിക്കേ ബസ് ഉള്ളൂ. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ബസ് കിട്ടും. അതായത് ഞങ്ങൾ നേരത്തെ ഒരു വഴി പറഞ്ഞില്ലേ, ഹൊന്നാവാർ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് ബസ്സുകളൊക്കെ KSRTC ഒക്കെ വരും. അപ്പോൾ അത് ഇങ്ങോട്ട് വരില്ല. അപ്പോൾ അതിന് കയറണമെങ്കിൽ നമ്മൾ ആ ഒരു മെയിൻ റോഡിലേക്ക് പോകണം. കുഴപ്പമില്ല, നമുക്ക് നടന്നിട്ട് പോകാമല്ലോ നവി? അതെ, മതി. നടന്ന് പോകാനുള്ള വഴിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇവിടെ തന്നെ ലോഡ്ജ് സൗകര്യമൊക്കെ ഉണ്ട്. അതിൻ്റെ ബോർഡുകളൊക്കെ എല്ലാ ഭാഗത്തും ഉണ്ട്. പിന്നെ പക്ഷികളുടെ കരച്ചിലുകളൊക്കെയാണ് കേൾക്കുന്നത്. അധികം ആൾക്കാരേ ഇല്ല കേട്ടാ. ഒരു പട്ടി കടിക്കാൻ വന്നാൽ ഈ സമയത്ത് താങ്കൾ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യാൻ പറ്റില്ല, പട്ടിയെല്ലാം ചെയ്തോളൂ അല്ലേ? ഇതാണ് ബസ് സ്റ്റോപ്പ്. ഇനിയിപ്പോ ഇവിടുന്ന് ബസ് വരട്ടെ. 9 മണിക്ക് ഒരു ബസ് ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ 9:15 അപ്പൊ ഇനി ഒരു അരമണിക്കൂർ ഗ്യാപ്പിലാണോ ഒന്നും അറിയില്ല. ഇവിടെ ഇപ്പോ ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. വരട്ടെ. ഞങ്ങൾക്ക് കൂട്ടായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടാ. ഇതൊന്നാ ഇവിടെയും ഉണ്ട്.
ഓ കിടിലൻ. ഇങ്ങോട്ട് 2 ബസ്സുകളായി പോകുന്നു. ഒന്ന് അതുപോലെ തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ. നല്ല മഴ വന്നു കേട്ടോ. പശുവൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ബസ് വന്നിട്ടില്ല. ഞങ്ങൾ ഈ ബസ്സിനാണേ വന്നത്. അവിടെ നിന്ന് വരുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. ഇപ്പോൾ തലകുപ്പയിലെത്തി. ഞങ്ങൾ ബസ് കാത്തു നിന്ന ബസ് സ്റ്റോപ്പില്ലേ, അവിടെ KSRTC ഒന്നും നിർത്തൂല, പ്രൈവറ്റ് ബസ് മാത്രമേ നിർത്തുള്ളൂ. ഇനി ഞങ്ങൾ ഇവിടുന്ന് കർണാടകയിൽ ഞങ്ങൾ ഇതുവരെ പോകാത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റേ വീഡിയോ ആയിട്ട് ബൈ.